ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ചമ്നാമതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വരിക. കണ്ടോ, ഇതാണ് ഞങ്ങളെ തോട്ടത്തിലേക്കുള്ള വഴി. അപ്പോൾ ഈ ഫാമിലേക്ക് വന്നവർ പലരും ഉണ്ടാവും, അല്ലാത്തവർക്ക് കാണാൻ കൂടിയാണ് ഞാൻ ഈ ഫാം കാണിക്കുന്നത്. അപ്പോൾ ഫാമിൻ്റെ മുഴുവൻ കാഴ്ചകളില്ല, നമുക്ക് അങ്ങോട്ട് വരുന്ന വഴിയും വീടും കാണിച്ചു തരാം. ഞങ്ങൾ താമസിക്കുന്ന ഒരു സെറ്റപ്പ് കാണണ്ടേ. അപ്പോൾ അതാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാനിവിടെ വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ്, നല്ല രീതിയിലുള്ള എന്താ പറയുക, എല്ലാം നമുക്ക് ജീവിക്കാൻ അനുയോജ്യമായൊരു സ്ഥലം. നല്ല മാവുണ്ട്, തെങ്ങുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്, നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇത് ഒരു മലയുണ്ട്, മലയുടെ അടുത്താണ് സത്യം പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥ. ഞങ്ങളുടെ കാര്യമാണ്, പലരും വന്നപ്പോഴും അവരും പറഞ്ഞു അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പലരും ഇവിടെ വന്ന് താമസിക്കാറുണ്ട്, കുറച്ച് ദിവസം ഇവിടെ വന്ന് ഒന്ന് ഫ്രഷായിട്ട് തിരിച്ചു പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മളെ ഫാമിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ദേ കളപ്പുരയ്ക്കൽ ഫാം, ഇതാണ് പേര് കണ്ടോ. ഇനി നമുക്ക് അകത്തേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഉള്ളിലേക്കുള്ള വഴി. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു തൊഴുത്ത് കാണാം. പശുക്കളുണ്ട്, കുറച്ചധികം തന്നെ പശുക്കളെ ഞങ്ങൾ വളർത്തണം. അധികം എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യത്തിനുള്ള കുറച്ച് പശുക്കളൊക്കെ ഉണ്ട്. പിന്നെ കോഴിയുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറികളുണ്ട്, കുരുമുളക്, മാവ്, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നല്ല സുഖമാണ്, സന്തോഷമാണ്. ഞങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഞങ്ങളിത് അങ്ങോട്ട് ഉറപ്പിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ താമസാക്കി. അങ്ങനെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടണത് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ആദ്യം ഇവിടെ ഒരു ഓലപ്പരയായിരുന്നു, പക്ഷെ അത് പല കാര്യങ്ങളെ കൊണ്ടും, അതായത് പാമ്പ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു തുടങ്ങി. പിന്നെ നമുക്കത് സേഫ് അല്ലാന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ്, അങ്ങനെയും ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഹൈജീനിക്കായിട്ടുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങളെ ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരിക. ഞങ്ങളുടെ ലോകം ഇവിടെ നമ്മൾ എന്താ പറയുക, നല്ല ശുദ്ധമായ വായു ശ്വസിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ഇവിടെ ജീവിക്കുന്നത്, സ്വസ്ഥം, സമാധാനം. അപ്പൊ ഇവിടുത്തെ കുക്കിംഗ് തന്നെ വളരെ സിമ്പിളാണ്, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് നമുക്ക് കാണാം കേട്ടോ. എന്തായാലും ഇന്നത്തെ ഫാമിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, 2 കോഴിമുട്ടയുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കാൻ പോണത്. തയ്യാറാക്കി കഴിഞ്ഞു. അപ്പം തന്നെ എൻ്റെതുണ്ട് ഇനി ബാക്കി. അപ്പോൾ ആദ്യം ഒരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഓട്സ് പൊടിച്ചു, നമ്മൾ ഹോളായിട്ടുള്ള ഓട്സ് ഒന്ന് പൊടിച്ചെടുത്തു. അതിലൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേ മീൻകറി വെച്ചിട്ടുണ്ട്, ഇന്നലെ വെച്ചതാട്ടാ. അപ്പോൾ ഇന്നലെ വെച്ച മീൻകറിക്ക് ഇന്ന് ഭയങ്കര ടേസ്റ്റ് അല്ലായിരിക്കാം. നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് വെച്ച് മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് ഇപ്പോൾ പുട്ടിൽ കൂട്ടി കഴിക്കണമെന്ന് വെച്ചാൽ ചേട്ടന് കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ ചിലപ്പോഴേ കഴിക്കുള്ളൂ. പഴം പുഴുങ്ങി കണ്ടാൽ അത് ആണ് ഇഷ്ടം. അപ്പോൾ പഴം പുഴുങ്ങിയതും പുട്ടും കൂട്ടി മൂപ്പര് കഴിക്കും. എൻ്റെത് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഓട്സ് ഞാൻ പൊടിച്ച് വെച്ചത് കണ്ടില്ലേ, പൊടിച്ചിട്ട് അതിൽ കുറച്ച് കാഷ്യൂസ് ഇടാം കട്ട് ചെയ്തിട്ട്. ആൽമണ്ട് അപ്പുറത്ത് പോയി എടുക്കേണ്ടത് കൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞിടാം. ആ പൊടിക്കിനെ കൂടെ ഇട്ടാൽ മതി, ഓർമ്മക്കുറവ് കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടു. ഒക്കെ ഇങ്ങനെ തോന്നുന്ന മാതിരിയൊക്കെയാണ് ഇപ്പോൾ ചെയ്യട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടു. അത് കഴിഞ്ഞ ശേഷം ഈ ഓട്സ് പൊടിച്ചത് അതിലേക്ക് ഇടാം കേട്ടോ. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നനച്ചെടുക്കാം. അപ്പോൾ ഓട്സിൽ ഒരു കാര്യമുണ്ട്, വെള്ളം ചേർക്കണം, സൂക്ഷിച്ച് ചേർക്കണം. പെട്ടെന്ന് അത് അധികം വെള്ളമൊന്നും വേണ്ട അതിന്. അപ്പോൾ നാളികേരം ചേർത്ത് തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അത് പാകത്തിന് വെള്ളമേ പാടുള്ളൂ, അതല്ലെങ്കിൽ ആകെ കട്ടയാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി കുറച്ച് നാളികേരം ഉണ്ടോ, ചെരുകിയ നാളികേരം അത് ആവശ്യത്തിന് ചേർക്കാം.
കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല സ്വാദുണ്ടാവും. അധികം ചേർക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഹെൽത്തിന് ഉദ്ദേശിച്ചിട്ടല്ലേ ഇപ്പോൾ ഓട്സൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ നാളികേരം കുറേ നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ പുട്ട് കഴിക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് നാളികേരം ചേർക്കുക. ആവശ്യത്തിന് എല്ലാ ആവശ്യത്തിനും മാത്രം ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ഒഴിച്ചിട്ട് നമ്മൾ നനച്ചെടുക്കണം കേട്ടോ. മറ്റേ പുട്ടിനൊക്കെ നനയ്ക്കണ മാതിരി നമുക്ക് കുറേ വെള്ളമൊന്നും ആവശ്യമില്ല. അതിന് 1 ഗ്ലാസ് പുട്ട് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. ഞാനിപ്പോൾ അവരുടെ ആളായി മാറി. പൊൻകതിറിൻ്റെ നല്ല ഇഷ്ടമാണ് ആ പുട്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ പുട്ട്. അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ട് ചെയ്യാറ് കേട്ടോ. 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പുട്ടുണ്ടാക്കും. ഒരു കണക്ക് ഉണ്ട്, ഒരു പുട്ടിനുള്ള കണക്ക്. അത് ആക്കിയിട്ട് ചേട്ടനെടുത്ത് വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലത്തെ കുണ്ണാവണ്ടികൾ വല്ലതൊക്കെ ഉണ്ടാക്കും. അത് ചിലപ്പോൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കും, ഓട്സ്, അതല്ലെങ്കിൽ റാഗി. ഇപ്പോൾ ഗോതമ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പ് കഴിക്കാൻ പാടില്ല. മുമ്പൊക്കെ പറയണത് ഗോതമ്പാണ് നല്ലത്, അരി കഴിക്കണ്ട, ഗോതമ്പ് തന്നെ കഴിക്കും. ഇപ്പോൾ പറയണത് ഗോതമ്പും അരിയും ഒപ്പം തന്നെയാണ്, സമം, എല്ലാ കാര്യങ്ങളും സമം തന്നെയാണ്. എന്തൊക്കെയാണ് ആവോ പറയണത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓട്സ് എടുക്കുന്നുണ്ട്. ഓട്സ് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് പക്ഷേ ഒരു കാര്യമുണ്ട്, ഓട്സ് അവർ കഴുകുകയോ ഉണക്കി ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇത് മാത്രം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. നമുക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് എന്തായാലും ആവി കയറ്റട്ടെ. അപ്പോൾ കുക്കറിന് നല്ല ആവി വന്നിട്ട് കുറച്ച് നേരമായി. നനയ്ക്കുമ്പോൾ തൊട്ട് ആവി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചു. പെട്ടെന്നാവും, കുക്കറിലും അല്ലേ, വേഗമാവും. അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, അതിന് കപ്പക്കിഴങ്ങെന്ന് ഞങ്ങൾ പറയാം. മധുരക്കിഴങ്ങ് കേട്ടോ, മധുരമുള്ള കിഴങ്ങ് അതാണ്. അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അത് പുഴുങ്ങി വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പൊക്കോളും. അപ്പോൾ നമ്മൾ ചിരക്ക കഴിഞ്ഞിട്ടില്ല. ചിരക്ക അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ തലയിൽ വെച്ച് കൊടുത്തു. വരുന്നവരെ കയ്യിൽ ഓരോ ചിരക്കയും കൊണ്ട് പോകും ഇവിടെ വരുമ്പോൾ. അപ്പോൾ ചിരക്ക ഇന്നലത്തോടുകൂടി ഏകദേശം സമാധാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരു ചിരക്ക മാത്രമേ പിന്നെ ഉള്ളൂ ബാക്കി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇന്നൊരു തോരൻ വയ്ക്കാം. തോരൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ചേട്ടനായാലും ഇഷ്ടമാണ്, എനിക്കായാലും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉഴുന്നിട്ടു. പിന്നെ ഒരു ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ചുവന്നുള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നാളികേരം ഇടാം. ലേശം മതി കേട്ടോ, കുറച്ച് നാളികേരം ഇടുമ്പോൾ വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇത്തിരി വെള്ളം, ഇത്തിരി എന്താ പറയുക, കുമ്പളങ്ങ ചൊരക്കൊക്കെ ഒരേപോലെയാണ്. അതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലുള്ളതാണ്. വെള്ളമാണ് അധികം ഈ ചൊരക്കയിലൊക്കെ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ ചിരക്ക അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കഴിഞ്ഞു. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ ചിരക്കയുടെ പണി കഴിഞ്ഞു. അപ്പോൾ ചിരക്ക നമ്മൾ അന്ന് ഫാമിൽ പോയി കപ്പോൾ കണ്ടില്ല. ഇവിടുത്തെ വിത്തുകൾ എന്ന് പറഞ്ഞാൽ വിത്തുകൾ ഒന്നിച്ച് ഇവർ പോയി മേടിക്കുകയാണ് ചെയ്യുക. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു കയ്പയോ പടവലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല മൂത്ത് പഴുത്ത് എടുത്ത് വെച്ച് അതിൻ്റെ വിത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ കുഴിച്ചിടൂലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട്, ബാക്കിലൊക്കെ ഒരുപാടുണ്ട്. അവിടെയൊക്കെ അവർ കൃഷി ചെയ്യുന്ന കയ്പ, പടവലം എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്ത് വാങ്ങിയിട്ടാണ്. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ ശരിയായ രീതിയിലുള്ള പരാഗണം നടന്നിട്ട് ഉള്ള വിത്ത് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എൻ്റെ തീറ്റ നിങ്ങൾ കണ്ടോട്ടാ, വെറുതെ അല്ലെങ്കിൽ ഇരിക്കുന്നത് നിങ്ങൾ പലരും പറയും. അപ്പോൾ അതേ ഒരു ഓട്സിൻ്റെ പുട്ട്, ഒരു പഴം പുഴുങ്ങിയത്, ഒരു കോഴിമുട്ട കേട്ടാ. അപ്പോൾ അതാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ അത് കഴിക്കാൻ പോകുമ്പോഴേക്കും ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഇന്ന് ഒരു സ്പെഷ്യലായിട്ട് ഇന്ന് ചെയ്യാൻ പോണത് അരി ഉണ്ടയാണ്. അപ്പോൾ അരി കഴുകി നമ്മൾക്ക് വാലാൻ വെച്ചിട്ട് ചായ കുടിക്കാൻ പോകാട്ടോ ഞാൻ. പോയി വരുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് വലിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അരി കഴുകിയിട്ട് വേണം നമ്മൾ അരി വറക്കാനായിട്ട്, അരി ഉണ്ട ഉണ്ടാക്കാനായിട്ട് അരി കഴുകിയിട്ട് വേണം വറക്കാനായിട്ട്. അപ്പോൾ കഴുകി അതൊന്ന് മൂടി വെച്ചു. 2 ശർക്കര, ഇവിടുത്തെ ശർക്കര കണ്ടിട്ടുണ്ടെങ്കിൽ കടിച്ച് തിന്നാൻ തോന്നും, അത്രയ്ക്ക് ഉണ്ട്. നല്ല കറുത്ത നല്ല ശർക്കരയാണ് കിട്ടുക ഇവിടെ. അപ്പോൾ അത് പകുതിയായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ശർക്കരേനെ പൊടിച്ച് വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് അമ്മീമിൽ വെച്ചിട്ട് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വറുത്തെടുക്കാം. അപ്പം നന്നായിട്ട് ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഇടുക. പകുതി ഇട്ടാൽ മതി. പകുതി ഇട്ടിട്ട് വറുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് ഇടുന്നേക്കാളും നന്നായിട്ട് പൊരിഞ്ഞ് വരാം. കുറച്ചിശ ഇടുമ്പോഴാണ്. കുറച്ച് ഇട്ട് വരുമ്പോഴേക്കും നമുക്ക് കേൾക്കാൻ പറ്റും ഇങ്ങനെ പൊരിയണത് കിടക്കിടാന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരി പറഞ്ഞിട്ടില്ല അല്ലേ.
ഞാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ ദേ പൊരിഞ്ഞ് കണ്ട ഇതുപോലെ കണ്ട പൊട്ടി പൊട്ടി തുടങ്ങും. അപ്പോൾ ഇനി ഇവിടെ മുഴുവനും അറിയാതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂടി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ച് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം വല്ലാണ്ട് പാടൊന്നുമില്ല. ഇത് ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ട് നടക്കും, പെട്ടെന്ന് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ അരി എന്ന് പറഞ്ഞാൽ അരി കുറേ ഇപ്പോൾ പണ്ടൊക്കെ അവിടെ വീട്ടിലൊക്കെ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുമായിരുന്നു. വറുത്തിട്ട് ഒന്നിച്ച് കുറേ പൊടിച്ച് ഒരു ടിന്നിലിട്ട് വെക്കും. എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ തിരിശ എടുത്തിട്ട് നമ്മൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കും. അങ്ങനെയാണ്. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പൊരിഞ്ഞു നല്ല മാരിയായിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക, ചൂടാറണം. ഞാൻ അടുത്തതും കൂടി ഇട്ടു. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടായിരിക്കുന്ന പാനല്ലേ. ഞാൻ അതുകൂടെ വറുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി വയ്ക്കുക, ചൂടാറട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് നാളികേരം ശർക്കരയും കൂടിയിട്ട് ഒന്ന് വിളയിച്ചെടുക്കാം കേട്ടോ. പലരും പല രീതിയിലാണ് അരിയുണ്ടി ഉണ്ടാക്കട്ടെ. ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയല്ല, ഉരലിലിട്ട് ഇടിച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ അന്നൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ അതേ ഇങ്ങനെ കുറച്ച് നെയ്യ് ഒഴിക്കുക കണ്ടോ. നെയ്യ് കട്ടിയായിട്ട് ഇപ്പോൾ തണുപ്പായപ്പോൾ നല്ല കട്ടിയായി. വെയിൽ ചൂടിന് നല്ല വെളിച്ചെണ്ണ പോലെ ആയിരുന്നു ഉരുകിയിട്ട്. ഇപ്പോൾ പാകത്തിന് കേട്ടോ കറക്റ്റായിട്ട് നെയ്യ് ഉണ്ടോ. ആ നെയ്യ് നന്നായിട്ട് ഉരുക. അപ്പോൾ കണക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണക്കില്ല. നെയ്യ് കഴിക്കാത്തവരാണെന്ന് വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്തോ. ശർക്കര ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിൽ ശർക്കര ഉരുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ശർക്കര ഡയറക്റ്റായിട്ട് ഇടുക, വെള്ളമൊന്നും ഒഴിക്കേണ്ട. നന്നായിട്ട് ഇളക്കാം. അതിൽ കല്ല് ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് കേട്ടോ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് കഴിയുന്നതേ അത് ഉരുകി കണ്ടോ, പെട്ടെന്ന് ഉരുകി. ഇനി നാളികേരം ഇടാം. നാളികേരം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് പശ പോലെ ഒന്ന് ഒട്ടിയാൽ മാത്രം മതി. എന്നിട്ട് ഓഫ് ചെയ്തിടുക. ആ ചൂടാറട്ടെ. ചൂട്ടോടെ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊരിഞ്ഞ് വന്നത് തണുക്കും. അപ്പോൾ അരിക്ക് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ പൊടിയിലേക്ക് ഇത് ചേർക്കണം. പൊടിയിലേക്കാണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ അരി വറുത്തത് തണുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് പൊടിച്ചെടുക്കാം. ഒരു 2 കറക്കം കറക്കുമ്പോഴേക്കും അത് പൊടിഞ്ഞു കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തതല്ലേ, നമ്മൾ പൊരിഞ്ഞിരിക്കുന്നതാണ്. ഇത് തന്നെ തിന്നാനും ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് പൊരിഞ്ഞിട്ട് കണ്ട ഇങ്ങനെ പൊടിഞ്ഞിട്ടു. ഇനി അതൊരു പാത്രത്തിലേക്കിട്ട് 2 ട്രിപ്പ് വേണ്ടു. അപ്പോഴേക്കും അത് പൊടിഞ്ഞ് കിട്ടും. ഇതൊക്കെ വേഗം കഴിയും. നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ 6-7 എണ്ണം 10 എണ്ണം അങ്ങോട്ട് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം എത്ര ഉണ്ട കിട്ടും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അരി വറുക്കുക കേട്ടോ. അപ്പോൾ ശർക്കര 1 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് ശർക്കരയാണ് എടുത്തത് കേട്ടോ. 3/4 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ 3/4 ഗ്ലാസ് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ അത് കണക്കനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. നാളികേരം 1/4 കപ്പ് തന്നെ നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊടിച്ചു കണ്ടോ. ഇനി നമ്മൾ ഈ ശർക്കര ഉരുക്കിയത് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ടാവും. ഏകദേശം ചൂടാറിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഇളക്കി നോക്കാം. ഉണ്ടയാക്കി കിട്ടുമോ എന്നുള്ളത് നോക്കി എടുക്കുക. എന്നിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് വെള്ളം കൂടും, ശർക്കര കൂടും. അപ്പോൾ പൊടി വീണ്ടും പൊടിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെ പൊടിയിലേക്ക് തിരിച്ചിട്ടിട്ട് ഇളക്കാം കേട്ടോ. ഒരിച്ചിരി ബാക്കി വന്നോളൂ. ഞാനിതിങ്ങനെ ഇതാക്കിയിട്ട് ഇനി കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വന്നിട്ട് നമുക്ക് ബോൾ ഉരുട്ടാം. നന്നായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി വെള്ളത്തിൽ മുക്കുക ഒന്നും വേണ്ട. കൈ ചൂടാറിയതാണ്. നമ്മൾക്കിപ്പോൾ ഏത് പിള്ളേർക്കായാലും ഉരുട്ടിയെടുക്കാം, ചൂടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അത് ഉരുട്ടി എടുക്കാം കേട്ടോ. നല്ല ഉണ്ടയിട്ടുണ്ട്. കറുത്ത ശർക്കരയേറെ നല്ല കളറായിരിക്കും, നല്ല കറുപ്പ് കളറായിരിക്കും ബോളിന് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴേക്കും ഞാൻ പകുതി തിന്നും. ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണാനുണ്ട്. വെയിൽ കാണുമ്പോഴേക്കും ഇപ്പോൾ ഭയങ്കര എന്താ വെയിലിൻ്റെ ഒക്കെ ഒരു വില അറിയണത്. ഇപ്പോൾ മഴ പെയ്യുമ്പോഴാണ് വെയിലിൻ്റെ വില അറിയണത്.
അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുക. അപ്പോൾ വൈകിട്ട് ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും വരുമല്ലോ, പലരും വരും. ഇപ്പോൾ കുറച്ച് കുറവാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഫാമിൽ കുറച്ച് ദിവസം താമസിക്കാനായിട്ട് പലരും വരാറുണ്ട്. അപ്പോൾ കുറേ ദിവസം അവരൊന്ന് ഇവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോകും. താല്പര്യം ഉണ്ടാവും പലർക്കും. നമ്മൾ ടൗണിലൊക്കെ താമസിച്ചിട്ട് മടുപ്പായിട്ടുണ്ടാവും കുറേയൊക്കെ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇപ്പം മാവിന് കുറച്ച് അവർ മാവ് എടുത്ത ആൾക്കാരെ മാവ് പൂക്കാനുള്ള കുറച്ച് ഹോർമോണിൻ്റെ കുറച്ച് അതങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഈ മഴ സമയത്താണ് വന്നിട്ട് ചെയ്യാട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ ഉണ്ടിൻ്റെ ഒരു ബാക്കി അത് ഞാൻ തിന്നാൻ പോവാ. ഇതാണ് കേട്ടോ അരിയുണ്ട. അപ്പം മുമ്പൊക്കെ ഈ അരിയുണ്ട ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ കുറേ തിന്ന് ഉണ്ടാക്കും. ഇപ്പം എനിക്കെന്തോ ഒരു വിഷമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഉള്ള ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞു കഴിക്കാനായിട്ട്. ഇപ്പം മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാട്ടാ. ഇങ്ങനെ ഉണ്ട അരിയുണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേരില്ലാത്ത കാരണം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോഴൊക്കെ. അത് വെറുതെ അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെക്കും. പിന്നെ ഇപ്പോൾ ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ റെസിപ്പി ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത് കുറേ ദിവസം ഇരിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും. പിന്നെ അതിട്ട് പൊടിച്ചിട്ട് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ആ കുപ്പിയിലിരുന്നുള്ളൂ. അപ്പം നമുക്ക് ആരെങ്കിലും വരുമ്പോൾ ഇതേപോലെ ഒന്ന് വിളയിച്ചിട്ട് അതിൽ പൊടിയിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എപ്പോഴും പൊടി എടുത്തിട്ട് അതിലേക്ക് ശർക്കര ഒഴിക്കണം. ശർക്കരയിലേക്ക് പൊടി ഇടരുത്. അപ്പം നമുക്ക് ആകെ അതായത് കൂടും കുറയും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് പൊടി എടുത്തിട്ട് ശർക്കര കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തിരിച്ചിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇത് കണ്ട ഹാർഡായി, കുറച്ച് ഹാർഡായിരിക്കും കണ്ടോ, നല്ല ഇതിൽ കിട്ടും. അപ്പം ഇത് കുറേ ദിവസം ഇരിക്കും, നമുക്ക് പുറത്തയക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് 3, 6, 7, 8, 9 10 കിട്ടും. 10 ഉണ്ടാവും, ഒരെണ്ണം ഞാൻ കഴിച്ചു. അപ്പം അങ്ങനെ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ്? അപ്പം ഞാനിന്ന് മഴ ഒന്ന് തോർന്നിട്ട് വേണം കുറേയൊക്കെ ഇതൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട്, വിത്തുകൾ പാവിയതൊക്കെ അത് കൊണ്ടൊന്ന് കുഴിച്ചിടണം. പക്ഷെ അവിടെ അവർ കവുങ്ങിന് തടെടുക്കാനായിട്ട് പോയി എല്ലാവരും. അപ്പം എനിക്ക് ഹെൽപ്പിന് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കിന് പോയി കുഴിച്ചിട്ടുണ്ട് വരും. അപ്പം മഴ തോർന്നതിന് ശേഷം അതിനിറങ്ങാൻ വിചാരിച്ചിട്ടിരിക്കാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ അടുക്കളയിൽ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. പലർക്കൊക്കെ ഇതൊക്കെ അറിയാം, എന്നാലും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഒരു ചായയൊക്കെ വെച്ചിട്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് കഴിച്ചിങ്ങനെ ഇരിക്കാൻ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ചൂട്ടോടെ കട്ടൻ കാപ്പി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി ജീരകമൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുക, അല്ലെങ്കിൽ ഏലക്കായ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഇത് കൂട്ടി കഴിക്കുക. അപ്പോൾ ഈവനിങ്ങിലൊക്കെ അങ്ങനെ ഇരുന്നിട്ട് കഴിക്കാനൊക്കെ നല്ല രസമാണ്. നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴ. അപ്പം എൻ്റെ കുഴിച്ചിട്ടിലൊക്കെ ഒന്ന് ശരിയാവും. അപ്പോൾ അത് എല്ലാതും ഇപ്പോൾ തിരി നീട്ടി തുടങ്ങി, അതായത് കുക്കുമ്പറൊക്കെ ഇങ്ങനെ ഇതായിട്ട്. അപ്പം മഴ കാരണം എൻ്റെ സൗകര്യം അനുസരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മഴ വരും. അപ്പോൾ ഇത് കുഴിച്ചിട്ട സമയങ്ങളൊക്കെ തെറ്റി. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, കുറേ നേരമല്ലേ. ഓക്കെ, ബൈ, വീണ്ടും കാണാം കേട്ടോ.